കാർഷിക വാർത്തകൾ. കാപ്പിക്കുരു വില ഉയർന്നതോടെ കാപ്പിപ്പൊടിയുടെ വിലയും വർദ്ധിച്ചു. കമ്പോള വിലയ്ക്കു പോലും കാപ്പിക്കുരു കിട്ടാനില്ലെന്നും പരാതി. മുൻ വർഷത്തേക്കാൾ ഉൽപാദനത്തിലുണ്ടായ ഇടിവാണ് വിലവർധനയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. 1 കിലോ കാപ്പിപ്പൊടിക്ക് 680 രൂപയാണ്. 2 മാസം മുൻപ് 600 മുതൽ 640 രൂപ വരെയായിരുന്നു കാപ്പിപ്പൊടി വില. നിലവിൽ 40 രൂപയ്ക്കടുത്താണ് ഉയർന്നത്. വയനാട്, കൂർഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് മധ്യ കേരളത്തിലേക്ക് ആവശ്യമായ കാപ്പിക്കുരു വാങ്ങുന്നത്. ഇടനിലക്കാരുടെ ഇടപെടൽ കാപ്പി വിലവർധനയ്ക്ക് ആക്കം കൂട്ടുന്നതായാണ് വ്യാപാരികളുടെ പരാതി. മികച്ച ഇനം കാപ്പിക്കുരുവും കാപ്പിപ്പരിപ്പും വാങ്ങണമെങ്കിൽ കമ്പോള വിലയേക്കാൾ കൂടുതൽ വില നൽകേണ്ട സാഹചര്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മലയാളികളുടെ പ്രിയ മത്സ്യമായ മത്തി കിട്ടാനില്ല. ചില്ലറ വിൽപ്പനക്കാരെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മത്തിക്ഷാമം. കിലോയ്ക്ക് 250 രൂപ വരെയാണ് നിലവിൽ മത്തിയുടെ വില. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷവും ആവശ്യത്തിന് മത്തി കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് മത്തിയെത്തുന്നത്. പുതുവർഷം മുതൽ മത്തിക്ഷാമം നിലനിൽക്കുന്നുണ്ടെന്നാണ് മത്സ്യബന്ധന മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, അനാരോഗ്യകരമായ മത്സ്യബന്ധന രീതികൾ, ഉയർന്ന ശേഷിയുള്ള വലകളുള്ള മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണത്തിലുള്ള വർധനവ് എന്നിങ്ങനെയുള്ള വിവിധ കാരണങ്ങളാണ് ക്ഷാമത്തിന് കാരണമെന്ന് ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാത്തതിൽ വിമർശനവുമായി കിസാൻ സഭ. ആനുകൂല്യം നൽകാൻ ആവശ്യമായ പണലഭ്യത സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമാണ് അനുമതി വൈകാൻ കാരണം. സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നാണ് തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നത്. പദ്ധതിക്ക് അംഗീകാരം തേടിയുള്ള ഫയൽ 3 വർഷത്തിലധികമായി ധനവകുപ്പിന്റെ മുന്നിലാണ്. ഇനിയും കാലതാമസമുണ്ടായാൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് കർഷക സംഘടനയായ കിസാൻ സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. ധനമാർഗം സംബന്ധിച്ച തർക്കമാണ് പദ്ധതി വൈകാൻ കാരണം. ഇക്കാര്യത്തിൽ ക്ഷേമനിധി ബോർഡ് പലതവണ വിശദീകരണം തേടിയിരുന്നു. കർഷക ക്ഷേമ പദ്ധതികളിന്മേൽ 20,000 അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചത്. 30 ലക്ഷത്തോളം കർഷകരുണ്ടെന്നാണ് സംഘടനകളുടെ കണക്ക്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യാന്തര റബ്ബർ വിപണി കൂടുതൽ സമ്മർദ്ദത്തിലേക്ക്. ചെറുകിട കമ്പോളങ്ങളിൽ റബ്ബർ ലഭ്യത കൂടി. ഓണത്തോടനുബന്ധിച്ച് വെളിച്ചെണ്ണയിൽ പ്രതീക്ഷിച്ച വിലക്കയറ്റം ഉണ്ടായില്ല. വാരാന്ത്യത്തിൽ ഇടപാടുകാരിൽ നിന്നും ഊഹക്കച്ചവടക്കാരിൽ നിന്നുമുള്ള സമ്മർദ്ദം മൂലം ജപ്പാനിൽ റബ്ബർ വില 2.5% ഇടിഞ്ഞു. ഇത് ഏഷ്യയിലെ മറ്റ് മാർക്കറ്റുകളെയും പിടിച്ചുലച്ചു. സംസ്ഥാനത്ത് ചെറുകിട വിപണികളിൽ റബ്ബർ വന്നു തുടങ്ങിയതോടെ വ്യവസായികൾ നിരക്ക് കുറച്ചു. ലാറ്റക്സ് കിലോ 130 രൂപയായും ഒട്ടുപാൽ 145 രൂപയായും താഴ്ന്നു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള സൈക്കിൾ ടയർ വ്യവസായികളാണ് ചരക്ക് സംഭരിച്ചത്. അതേസമയം വൻകിട ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് റബ്ബർ വില കിലോ 229 രൂപയായി കുറച്ചു. ഓണാവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഹൈറേഞ്ചിലെയും മറ്റ് ഭാഗങ്ങളിലെയും ചെറുകിട കർഷകരിൽ നിന്ന് കുരുമുളക് സ്റ്റോക്ക് എത്തിയെങ്കിലും ഇത് വിപണിയെ കാര്യമായി സ്വാധീനിച്ചില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കിന് ആവശ്യക്കാരുള്ളതിനാൽ മെച്ചപ്പെട്ട വില കിട്ടി. അൺഗാർബിൾഡ് കുരുമുളക് കിലോ 658 രൂപ. വെളിച്ചെണ്ണ വില ഉടനെ ഉയരുമെന്ന പ്രതീക്ഷയിൽ കൊപ്ര വിൽപ്പനയ്ക്കിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. അതേസമയം പിന്നിട്ട 1.5 മാസ കാലയളവിൽ വെളിച്ചെണ്ണ വില ലിറ്ററിന് 16 രൂപ ഉയർന്നെങ്കിലും മൊത്ത വിപണിയിൽ മാറ്റമുണ്ടായില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 230, RSS 5 227, ലാറ്റക്സ് 136. ജാതിക്ക 270, ജാതി പത്രി 1400 മുതൽ 1600 വരെ, ഗ്രാമ്പു 940, അടയ്ക്ക 250, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 260, കുരുമുളക് ഗാർബിൾ 67,800, കുരുമുളക് അൺഗാർബിൾ 65,800, ഏലക്ക 2100 മുതൽ 2200 വരെ, വെളിച്ചെണ്ണ 16,800, കൊപ്ര 11,250, ചുക്ക് 37,000.